കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രാരംഭമായിട്ട് ചിന്തിപ്പാനായി ആരംഭിച്ചത് വളരെ വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ വിശദമാക്കുമ്പോൾ ഒരുപക്ഷെ ഗ്രഹിപ്പാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരുപാട് വിശദമാക്കുവാൻ ഞാൻ അതിന് സമയം എടുക്കാതെ അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത പറഞ്ഞ് മുൻപോട്ട് പോകുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വിശേഷിച്ച് നമ്മൾ ഓരോ ആഴ്ചയിലും പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് അടുത്ത ക്ലാസ് എന്നുള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ ക്ലാസ്സൊക്കെ മിസ് ചെയ്തവർക്ക് തുടർന്ന് അത് ഗ്രഹിപ്പാൻ അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിക്കാനുള്ള സമയവും നമുക്കില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുവാൻ നിർവാഹമില്ല എന്നുള്ള കാര്യം ഞാൻ ഖേദത്തോടെ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും വന്ദനം. വിശേഷിച്ച് പുതുമുഖങ്ങളായിട്ട് വന്നവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം വിശ്വാസത്താലുള്ള നീതീകരണം മുഖാന്തരം നമ്മൾ അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളെക്കുറിച്ചും പൗലോസ് 5-ാമത്തെ അധ്യായം മുതൽ പറയുന്ന വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. പ്രധാനമായിട്ട് പൗലോസ് നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. മാത്രമല്ല ഇനിയും നമ്മൾ കോപത്തിൽ നിന്ന് എത്രയധികമായി രക്ഷിക്കപ്പെടും എന്നതിനെക്കുറിച്ചും താൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശേഷം ഒരു മനുഷ്യൻ മുഖാന്തരം അനേകർക്ക് ഒത്തിരി പേർക്കുണ്ടായ നന്മയുടെ വിശദീകരണം കൊടുക്കുവാൻ 2 വ്യക്തികളെ എടുത്തു കാണിച്ചിട്ട് അവരുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം എന്തെന്നുള്ളതും വിശദീകരിച്ചു. റോമാലേഖനം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു എന്ന ഒരു റെഫറൻസ് നമ്മൾ വായിച്ചു. അതേ തുടർന്ന് തനിങ്ങനെ പറഞ്ഞു, പാപം പെരുകിയിടത്ത് കൃപ ഏറ്റവും പെരുകി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്താണ് 6-ാമത്തെ അധ്യായം അതുമായിട്ട് ലിങ്ക് ചെയ്താണ് വരുന്നത്. നമ്മൾ ആ കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. അതുകൊണ്ടാണ് ആകയാൽ നാം എന്തു പറയേണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. അപ്പോൾ ആ വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ കൃപ നമ്മെ നീതീകരിക്കുകയും തേജസ്കരിക്കുകയും മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപയ്ക്ക് മറ്റൊരു ഫംഗ്ഷനൂടെ വിശ്വാസ ജീവിതത്തിലുണ്ട് എന്ന കാര്യമാണ് ഈ 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് പൗലോസ്ലീഹ പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ നീതീകരണവും മഹത്വീകരണവും ദൈവകൃപയാലാ സംഭവിക്കുന്നത്. നീതീകരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ മാത്രയിൽ സംഭവിക്കുന്നു. അതാണ് the vilest offender who truly believes from that moment on Jesus a pardon receives. എത്ര ആ പാട്ട് മലയാളത്തിലുമുണ്ട്, വാഴ്ത്തുവിൻ പാടുവിൻ പിതാവിന് സ്തോത്രം എന്ന് പറയുന്ന ആ പാട്ട്. The vilest offender who truly believes, from that very moment that person is justified. A person, God treats him as though he had never ever sinned. അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. അതുകൊണ്ട് പാപത്തിന്റെ പെനാൽറ്റിയിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ആ വ്യക്തിയെ വിടുവിക്കുന്നു. അതാണ് നീതീകരണം. മറ്റൊന്ന്, കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ മരിച്ച വിശുദ്ധന്മാർ അക്ഷയരായിട്ട് ഉയർക്കും. പിന്നെ ജീവനോടെയുള്ള വിശുദ്ധന്മാര് രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിനെ മഹത്വീകരണമെന്നാണ് അല്ലെങ്കിൽ തേജസ്കരണമെന്നാണ് ദൈവത്തിന്റെ വചനം വിളിക്കുന്നത്. തേജസ്കരണമെന്ന് പറഞ്ഞാൽ, നീതീകരണമെന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ, തേജസ്കരണമെന്നുള്ളത്
പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നേ ഉള്ള വിടുതലാണ് തേജസ്കരണം. അതാണ് ഇമ്മാനുവേൽ തൻ സംഗതിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സഭ ആകെ വിശേഷമായി വീണ്ടുകൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിലും ഇംഗ്ലീഷിൽ അതങ്ങനെയല്ല. The ransomed church of God will be saved to sin no more. ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട സമൂഹമാകുന്ന സഭ പൂർണ്ണമായിട്ടും വീണ്ടെടുക്കപ്പെടും. And they will not be able to sin anymore. പാപം ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അതാണ് മഹത്വീകരണം. നീതീകരണവും മഹത്വീകരണവും വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. പൗലോസ് അതിനെ വിളിച്ചിരിക്കുന്നത് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രൂപാന്തരപ്പെടും. അതുപോലെ തന്നെ നീതീകരണവും സംഭവിക്കുന്നത് അന്നേരം തന്നെ. എന്നാൽ വിശുദ്ധീകരണമെന്നുള്ള പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, നീതീകരണം പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, മഹത്വീകരണം പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ. എന്നാൽ വിശുദ്ധീകരണം എന്നുള്ളത് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലും നമ്മിൽ സാധ്യമാക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ടാണ് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കൃപയ്ക്കത്രേ, ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പോൾ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാല സാധിക്കുന്നത്. അതാണ് ആത്മീക ജീവിതത്തിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ദൈവം ആ സകലവും ചെയ്യുന്നത്. ദൈവം കരുണ ചെയ്ത ഒരു പ്രവൃത്തി നമ്മിൽ തുടങ്ങി. കാരണം മരിച്ചു കിടക്കുകയായിരുന്നല്ലോ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുകയായിരുന്നു. ദൈവം കരുണ ചെയ്തതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ചു. പിന്നെയും ദൈവം കരുണ ചെയ്യുന്നത് കൊണ്ടാണ് വിശുദ്ധമായി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുന്നത്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് ഈ ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. മറ്റുള്ളവരെക്കാളൊക്കെ നമ്മൾ കേമന്മാരാണെന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരാറുണ്ട്. നല്ലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭക്തൻ ഒരിക്കൽ താൻ പറഞ്ഞു, ഞാൻ അതിനു മുൻപ് ഞാൻ ശുശ്രൂഷ സഭയിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഇൻസ്റ്റൻസ് തോമസ് എ കെമ്പിസ് എന്ന് പറയുന്ന അനുഗ്രഹീതനാകുന്ന ആ ദൈവഭൃത്യൻ എഴുതിയ മനോഹരമാകുന്ന ഒരു പുസ്തകമുണ്ട്, ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്താനുകരണം. ആ പുസ്തകത്തില് തോമസ് എ കെമ്പിസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കല് ഒരു കുറ്റവാളിയെ വിലങ്ങിട്ട് അവനെ പോലീസുകാര് അവന്റെ കയ്യിൽ വിലങ്ങിട്ട് തെരുവിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച തോമസ് എ കെമ്പിസ് എന്ന് പറയുന്ന ആ വിശുദ്ധൻ കണ്ടു. അത് കണ്ടിട്ട് തോമസ് എ കെമ്പിസ് പറഞ്ഞ തന്റെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു വാക്കിങ്ങനെയാ, ബട്ട് ഫോർ ദ ഗ്രേസ് ഓഫ് ഗാഡ് there goes തോമസ് എ കെമ്പിസ്. ദൈവത്തിന്റെ കൃപയില്ലായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ വിലങ്ങ് വീണ് ഞാൻ അതിലെ നടന്നു പോയേനെ. പ്രിയമുള്ളവരെ, വളരെ ഹീനമാകുന്ന അശുദ്ധി പ്രവർത്തിക്കുന്നവരെ കുറിച്ചൊക്കെ നമുക്കൊരു മോറൽ റൈച്ചസ് ആങ്കർ തോന്നാറുണ്ട്. റൈറ്റ്ലി സോ. പക്ഷെങ്കിൽ ഒരു കാര്യം ഒന്ന് ഓർക്കണേ, ദൈവത്തിന്റെ കൃപയില്ലായിരുന്നെങ്കിൽ നമ്മൾ അതിനേക്കാളും വർഷായിരിക്കും എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കണം.
ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടു. ആ റേഡിയോ ന്യൂസ് കേട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു ഗാനം, ഒരു ഹിന്ദി ഗാനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ആ ഗാനമിതാ: നിന്നെ ഞാൻ കണ്ടെത്തി, നിന്നെ എൻ്റെ രക്ഷകനായിട്ട് ഞാൻ സ്വീകരിച്ചു നിന്റെ കൃപയാൽ. എന്നിട്ട് അടുത്ത പല്ലവി ഇങ്ങനെ: തൂഹി ബച്ചായ മേരാ പ്രാൺ, നീ എൻ്റെ പ്രാണനെ രക്ഷിച്ചല്ലോ. It is all because of the grace of God that we are able to live a sanctified life. ദൈവത്തിന്റെ കൃപയാലാണ് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയുന്നത് എന്ന തിരിച്ചറിവ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ദൈവകൃപയില്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ആകുന്നത് കൃപയാൽ ആകുന്നു. ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ദൈവത്തിന്റെ വലിയ കൃപ, ദൈവത്തിന്റെ വലിയ കൃപ. അപ്പോൾ ആ ദൈവത്തിന്റെ വലിയ കൃപയാണ് വിശുദ്ധ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്നത്. ആ പ്രത്യേക സന്ദേശമാണ് ഈ അധ്യായങ്ങളിൽ പൗലോസ് നൽകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശേഷിച്ച് ആ കാര്യം, ഒരു പ്രധാനപ്പെട്ട വാക്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമാകുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ. നോക്കുക, നമ്മളെ രക്ഷിക്കുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്നിട്ട് അടുത്ത വാക്കിൽ പറയുകയാണ്, ആ കൃപ ഈ ലോകത്തിൽ നമ്മൾ ഭക്തിയോടും സുബോധത്തോടും കൂടെ ജീവിക്കേണ്ടതിന് നമ്മളെ എന്ത് ചെയ്യുന്നു? ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പൊ ദൈവത്തിന്റെ കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ആ ദൈവകൃപയുടെ ഓപ്പറേഷനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആകയാൽ എന്ത്? കൃപ പെരുകിയിട്ട് പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. ആകയാൽ എന്ത്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. എന്നിട്ട് താൻ പറയുകയാണ്, അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീകമാകുന്ന അനുഭവം എന്തെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിവില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നത്. ഒരിക്കല് ഞാൻ ഓർക്കുന്നുണ്ട്, വളരെ മനോഹരമായിട്ടൊരു കർത്താവിന്റെ ഭൃത്യൻ 103-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ചില ഡിവോഷണൽ തോട്ട്സ് ഒരു കൊച്ചു കൂട്ടായ്മയിൽ പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ അവൻ നമ്മോട് അകറ്റിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ വലിയ കരുണയെക്കുറിച്ച് പറഞ്ഞപ്പം, ദൈവത്തിന്റെ വലിയ കൃപയെക്കുറിച്ച് പറഞ്ഞപ്പം ഒരാൾ പറഞ്ഞ ഒരു കമന്റ് എനിക്ക് ഭയങ്കര പ്രയാസം ഉളവാക്കി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, പതുക്കെ അദ്ദേഹം കേൾക്കാതെ എന്റെ കേൾവിയിൽ പുറകെ ഇരുന്ന് പറയുകയാണ്, ഇനിയിപ്പം മനസമാധാനത്തോടെ പാപം ചെയ്യാമല്ലോ. എനിക്കത് ഞാനത് വളരെ ചിന്തിച്ചു. Why did that person say that? ദൈവം പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്, നമ്മുടെ ലംഘനങ്ങളെ അകറ്റുന്നവനാണ്, നമ്മോട് കരുണ തോന്നുന്നവനാണ് എന്ന ചിന്ത തന്നെ ഒരു ഭക്തനെ പാപത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പാപസംബന്ധമായി മരിച്ച നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? സോ നമ്പർ 1 നമ്മൾ കണ്ടു, അതിന്റെ അർത്ഥം എന്തെന്നുള്ളത് നമ്മൾ കണ്ടു. പോപ്പുലറായിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തിരുത്തി എന്നാണ് എൻ്റെ ചിന്ത. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത് പോലെയുള്ള മരിച്ചുപോയി ഇനിയും വി ആർ അൺറെസ്പോൺസീവ് ടു സിൻ എന്നൊക്കെ പറയുന്ന ആ ചിന്തയല്ല വേദപുസ്തകം അതിനാൽ അർത്ഥമാക്കുന്നത്. ആ കാര്യം നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചു. ഇന്നത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, 2 കൊരിന്ത്യർ 5:14 നമ്മൾ കണ്ടു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നാമും കർത്താവിനോടൊപ്പം മരിച്ചു. ക്രോസ് ഈസ് ദ എൻഡ് ഓഫ് ദ സെൽഫ്.
ക്രോസ് ഈസ് ദ എൻഡ് ഓഫ് ദ ഓൾഡ് മാൻ. തീർന്നു, അവിടെ തീർന്നു. ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുകയാ. പഴയ മനുഷ്യൻ അവിടെ തീർന്നു. തീർന്ന ശേഷം ഒരു പുതിയ ജീവിതം ക്രൂശിൽ നിന്നും തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോഴും ഒരു ക്രൂശ് നമ്മുടെ തോളിലുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാൾ വരുത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത്. ഒന്നാമത്തെ കാരണം പൗലോസ് പറഞ്ഞു. രണ്ടാമത്, അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 3-ാം വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ രണ്ടാമത്തെ വിഷയം, ദൈവജനത്തിന് പാപത്തിൽ തുടരാം എന്ന് ചിന്തിക്കുന്നവർ അവരുടെ സ്നാനത്തിന്റെ പ്രാധാന്യത എന്തെന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ് അർത്ഥം. അതാണ് പൗലോസ് പറയുന്നത്. ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഈ 3-ാം വാക്യത്തില് പൗലോസ് അർത്ഥമാക്കുന്ന സ്നാനമെന്നുള്ളത്, അതായത് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ സ്നാനം എന്ന ഒറ്റ വാക്ക് എവിടെയൊക്കെ നമ്മൾ കാണുന്നോ അതിനോട് ചേർന്ന് ആത്മസ്നാനമെന്നോ ജലസ്നാനമെന്നോ അല്ലെങ്കിൽ വേറൊരു വാക്കുണ്ടല്ലോ അഗ്നിസ്നാനം. The element, whenever the element of the baptism is not used in the New Testament, it is always referring to water baptism. അതായത് സ്നാനത്തിന്റെ എലമെന്റ് എന്തിനാലുള്ള സ്നാനമാണ് എന്ന് പറഞ്ഞിട്ടില്ലാത്ത പുതിയ നിയമത്തിൽ എവിടെയൊക്കെ സ്നാനത്തെക്കുറിച്ച് റെഫറൻസ് ഉണ്ടോ അവിടെ അത് ഉദ്ദേശിക്കുന്നത് ജലസ്നാനത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നിശ്ചയമായിട്ടും ജലസ്നാനത്തെക്കുറിച്ചാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ തെളിവുകൾ തരാം. എന്നാൽ അതിനു മുൻപ് വേദപുസ്തകത്തിൽ എന്നാ മറ്റു ചില സ്നാനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം ആത്മസ്നാനമാണ്. ആത്മസ്നാനം. മറ്റൊന്ന് അഗ്നിസ്നാനമാണ്. ഇതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ച് അല്പം ഒന്ന് വിശദീകരിച്ച്, പ്രത്യേകിച്ച് ആത്മസ്നാനത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. എന്നാൽ അഗ്നിസ്നാനത്തെക്കുറിച്ച് ചില വിശദീകരണം ആവശ്യം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലാണ് അഗ്നിസ്നാനത്തെക്കുറിച്ചുള്ള റെഫറൻസ് നമ്മൾ വായിക്കുന്നത്. മറ്റു പലയിടത്തും ഉണ്ട്, എന്നാൽ പ്രധാനമായിട്ട് അതൊരു വാക്യഭാഗമാണ്. ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ആ ആ ആ ആ ആ ആ നോക്കുക, ഇവിടെ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന വാക്കുകളാണ്. അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. എങ്കിലും ഞാൻ പെട്ടെന്ന് അതിന്റെ ആ കോണ്ടെക്സ്റ്റ് മാത്രം വിശദീകരിച്ച് അങ്ങ് പോകുക. കാരണം ആ വിഷയമല്ലല്ലോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ ആത്മാവിലെ സ്നാനം കഴിപ്പിക്കും. പിന്നെ എന്തുകൊണ്ട് സ്നാനം കഴിപ്പിക്കും? തീയിലും സ്നാനം കഴിപ്പിക്കും. ഒന്നാമത് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആത്മസ്നാനവും അഗ്നിസ്നാനവും പര്യായ പദങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നതല്ല, രണ്ടും രണ്ടാണ്. ആത്മസ്നാനവും അഗ്നിസ്നാനവും. എന്തുകൊണ്ട്? സംശയമൊക്കെ മനസ്സിലുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ആത്മസ്നാനം എന്ന് യോഹന്നാൻ
യേശു കർത്താവ് നൽകുന്ന സ്നാനത്തെക്കുറിച്ച് പറയുന്നു, അഗ്നിസ്നാനത്തെക്കുറിച്ച് പറയുന്നു, തീ കൊണ്ടുള്ള സ്നാനം. ആകട്ടെ, ആ കോണ്ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആത്മാവ് കൊണ്ടുള്ള സ്നാനം ലഭിക്കുന്നത് ആർക്ക്? അഗ്നി കൊണ്ടുള്ള സ്നാനം കിട്ടുന്നത് ആർക്ക്? അവിടെ വളരെ വ്യക്തമായിട്ട് സംശയം തോന്നാത്ത നിലയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ മുകളിൽ പറഞ്ഞു തീ കൊണ്ട്. ഒന്ന് പറഞ്ഞേ, പുസ്തകത്തിലുള്ള, ഞാൻ ഇല്ലാത്തൊന്നുമല്ല പറയുന്നേ. എന്നിട്ട് താഴോട്ട് പറയുക, ഗോതമ്പ് എന്ത് ചെയ്യും? കളപ്പുരയിൽ കൂട്ടിവെക്കും. അപ്പൊ ന്യായമായിട്ടും ചിന്തിക്കാം, ആത്മാവ് കൊണ്ടുള്ള സ്നാനം കിട്ടാൻ പോകുന്നത് ആർക്കാ? പറയുന്നേ ഗോതമ്പിനാ. എന്നാൽ തീ കൊണ്ട് സ്നാനം കിട്ടാൻ പോകുന്നുണ്ട് വേറൊരു കൂട്ടർക്ക്. അതാർക്കാ? പതിരിന്. അപ്പൊ ആത്മാവ് കൊണ്ട് സ്നാനം കിട്ടും. എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും. വെടിപ്പാക്കിയ ശേഷം ഗോതമ്പ് എന്ത് ചെയ്യും? കളപ്പുരയിൽ ചേർത്ത് വെക്കും. എന്നാൽ പതിരിനെ എങ്ങോട്ടിടും? അപ്പൊ മേളി പറഞ്ഞേക്കുന്ന തീ കൊണ്ടുള്ള സ്നാനം കിട്ടണമെങ്കിൽ പതിരായിരുന്നു വെച്ചാ മതി. ആത്മസ്നാനം കിട്ടുന്നത് കതിരിനാണ് കിട്ടുന്നത്. ഇനി എന്തുകൊണ്ടായി പറയുന്നെന്നുള്ളത് വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്നതാണല്ലോ ഒന്നുകൂടെ നല്ലത്. നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് വരാം. ഇവിടെ കർത്താവ് പറയുന്നത് ഒരു വലിയ പുരുഷാരത്തോടാ പറയുന്നത്. വലിയ പുരുഷാരം. അവരുടെ ഇടയിൽ ഗുണപ്പെടുന്നവരുണ്ട്, ഗുണപ്പെടാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. അവരെ നോക്കിക്കൊണ്ട് യോഹന്നാൻ വിളിച്ചത് സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങളെ ഉപദേശിച്ചത് ആരെന്നൊക്കെ പറഞ്ഞ യോഹന്നാൻ അവരോട് പ്രസംഗിക്കുന്നേ. എന്നാൽ ഇതേ വാഗ്ദത്തം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഈ വേദഭാഗം നിങ്ങൾ മാറ്റരുത്, നമ്മൾ പെട്ടെന്ന് ഇത് കമ്പയർ ചെയ്യാൻ പോകുകയാണ്. 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് പെട്ടെന്നൊന്ന് വരാം. ആ ആ ആ ആ ആ ആ ശ്രദ്ധിക്കണം. അപ്പൊ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ? ആരോടാ പറയുന്നേ? ശിഷ്യന്മാരോട്. യൂദാ പോലും ആ കൂട്ടത്തിലില്ല. നിങ്ങൾക്കോ എന്തിനാലുള്ള സ്നാനം കിട്ടും? ഇതേ വാക്യം എടുത്തു പറയുമ്പം ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒന്നായിരുന്നു എങ്കിൽ എന്റെ കർത്താവ് നിശ്ചയമായിട്ടും പറഞ്ഞേനെ, യോഹന്നാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കിട്ടുമെന്ന് പറഞ്ഞേനെ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ അവിശ്വാസികളും കൂടെ ഉള്ള കൂട്ടത്തോടാ പറയുന്നത്. ഗോതമ്പിന് ആത്മാവ് കൊണ്ടുള്ള സ്നാനം കിട്ടും, എന്നാൽ പതിരിന് എന്തോ കിട്ടും? തീ കൊണ്ടുള്ള സ്നാനവും കിട്ടും. പതിരാണ് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നത്. അതുകൊണ്ടാണ് 1:5 എക്സ്ക്ലൂസീവ്ലി ശിഷ്യന്മാരോട് പറയുമ്പോൾ അവിടെ അഗ്നിസ്നാനത്തെ കുറിച്ച് പറയുന്നില്ല. ഇനിയും ഞാൻ എല്ലാ വേദഭാഗവും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അഗ്നി എന്നുള്ളത് ഫിഗറേറ്റീവ്ലി ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം തന്നെ, ഫിഗറേറ്റീവ്ലി അലങ്കാരിക ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം തന്നെ അത് ന്യായവിധിയാണ് കുറിക്കുന്നത്. ഉദാഹരണത്തിന്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം, നമ്മുടെ ദൈവം
ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പോൾ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ഈ കെടാത്ത തീയിൽ പതിരിട്ട് ചുട്ടുകളയുന്നതിനെ ബന്ധപ്പെടുത്തി പറഞ്ഞേക്കുകയാണ്. ഇനി വേറൊരു സംശയം തോന്നും, അങ്ങനെയെങ്കിൽ എന്നെ ഉപദേശി, അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ ഉണ്ടല്ലോ ഒരു വാക്യം, 2-ാം അധ്യായത്തിൽ അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചേ, 1-2-3 വാക്യങ്ങൾ. യെസ്, യെസ്, ശ്രദ്ധിക്കണം. അവിടെ ഡോക്ടർ ലൂക്കോസ് എന്ന വൈദ്യൻ വളരെ മനോഹരമായി പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ചില സാദൃശ്യങ്ങൾ എന്ന് പറയാൻ പറ്റുകയില്ല, ഇന്നതുപോലെ എന്ന് പറഞ്ഞു. കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ എന്ന കാറ്റല്ല. എന്റെ കൂടെ വരണേ. കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ഒരു മുഴക്കം ഉണ്ടായി. പക്ഷേ മുഴക്കത്തെ ഉപമിച്ചേക്കുന്ന ഏതിനോടാ? കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ തോന്നി. നമ്മൾ പറയത്തില്ല ഇടി വെട്ടുന്നത് പോലെ തോന്നി, എന്നാ ഇടിയല്ല. അതുപോലെ തന്നെ കൊടിയ കാറ്റടിക്കുന്നത് പോലെ തോന്നി. താഴോട്ട് അടുത്ത വാക്യം വായിച്ചേ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ശ്രദ്ധിക്കണം, കൊടിയ കാറ്റുപോലെ, കൊടിയ കാറ്റല്ല. അഗ്നിജ്വാല പോലെ, അഗ്നിജ്വാലയല്ല. എനിക്കറിയാം ബുദ്ധിമുട്ടാ അംഗീകരിക്കാനെന്ന്, പക്ഷെ അതാ വേദവസം പഠിപ്പിക്കുന്നേ. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിച്ചേക്കുന്നതല്ല. ആത്മസ്നാനവും അഗ്നിസ്നാനവും രണ്ടും രണ്ടാണ്. പുസ്തകം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അക്കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആത്മസ്നാനത്തിന് പകരമായിട്ട് അഗ്നിസ്നാനം എന്ന് പറഞ്ഞാൽ അത് ആത്മസ്നാനമല്ല എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. കാരണം പുസ്തകത്തിൽ ഞാനീ പറയുന്നത് അങ്ങനെ അല്ലെന്ന് എനിക്ക് തെളിയിച്ചു തരാമെങ്കിൽ നിങ്ങളോട് സമ്മതിക്കുന്നതിൽ എനിക്ക് ഒരു പ്രയാസവുമില്ല. വളരെ വിനയത്തോടെ എൻ്റെ അജ്ഞത സമ്മതിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ മനസ്സിലാക്കണം, അഗ്നിസ്നാനമെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിരിക്കുന്നത് ശിക്ഷാവിധിയെക്കുറിച്ചാണ്, ആത്മസ്നാനത്തെക്കുറിച്ചല്ല. മനസ്സിലാക്കണം. അപ്പൊ ആത്മസ്നാനമുണ്ട്, അഗ്നിസ്നാനമുണ്ട്. അപ്പൊ ഈ വിവിധ സ്നാനങ്ങൾ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അത് അധികം വിശദീകരിക്കുന്നില്ല. പിന്നെ സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വിവിധ സ്നാനങ്ങളെ കുറിച്ച് പല ദിവസവും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്നാനത്തിന്റെ എലമെന്റ് പറഞ്ഞിട്ടില്ലാതെ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലായിടത്തും ജലസ്നാനത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തി 2:38 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറഞ്ഞേക്കുന്നത് ജലസ്നാനത്തെ കുറിച്ചാണ്. അപ്പോൾ സ്നാനമെന്ന് മാത്രം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ വെള്ളമെന്നോ അല്ലെ ആത്മാവെന്നോ ഒന്നും പറയാതെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ജലസ്നാനത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെയും, അതായത് റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിലും സ്നാനം എന്നതിനാൽ ഉദ്ദേശിക്കുന്നത് ജലസ്നാനത്തെ കുറിച്ചാണ്. അതൊന്നാമത്തെ വിഷയം. നമുക്ക് മുൻപോട്ട് പോകാം. മുമ്പേ പറഞ്ഞ വിഷയത്തിൽ ആർക്കെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, മടിക്കരുത് എന്ന കാര്യം ഞാൻ വിശേഷം ഓർപ്പിക്കുന്നു. 2, ഈ ബാപ്റ്റിസം എന്നുള്ളത്, ബാപ്റ്റിസം ഇറ്റ് സിഗ്നിഫൈസ് അവർ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, എസ്പെഷ്യലി വിത്ത് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ബറീഡ് ആൻഡ് റിസൺ. ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് ഏകീഭവിക്കുക എന്ന ആ പ്രത്യേക സന്ദേശമാണ് ജലസ്നാനം നൽകുന്നത്. മരിച്ച്
അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനോട് ഏകീഭവിക്കുന്നു, അല്ലെങ്കിൽ യേശു കർത്താവിനോട് ചേരുന്നു. ആ സിഗ്നിഫിക്കൻസ്, ആ പ്രാധാന്യതയാണ് ജലസ്നാനത്താൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കണം. വിശേഷിച്ച് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. ആരോട് ചേർന്നു? മോശയോട് ചേർന്നു. അപ്പൊ അവരുടെ ലീഡറിനോട് അവർ ഐഡന്റിഫൈ ചെയ്തു എന്നാണ് പഴയ നിയമത്തിലെ ആ വിഷയത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ തന്നെ കർത്താവിനോട് ഏകീഭവിക്കുക, താതാത്മ്യം പ്രാപിക്കുക, ഈ കാര്യമാണ് ജലസ്നാനം കൊണ്ട് സിഗ്നിഫൈ ചെയ്യുന്നത്, അത് വിളിച്ചറിയിക്കുന്നത്. ആ കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, കൃപ വരികേണ്ടതിന് പാപം ചെയ്യുകയെന്നോ? ഒന്നാമത്തെ ചിന്ത അല്ല, പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചല്ലോ. 2, സ്നാനത്തിന്റെ അർത്ഥം എന്നാ? നിങ്ങൾ സ്നാനപ്പെട്ടു എന്നതിനാൽ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയല്ലേ നിങ്ങൾ കർത്താവിനോട് ചേർന്നു എന്ന്. അങ്ങനെ കർത്താവിനോട് ചേർന്ന നിനക്ക് ഇനി എങ്ങനാ പാപം ചെയ്യാൻ കഴിയുന്നത്? ഇതാണ് പൗലോസ് ചോദിക്കുന്നതാകുന്ന വിഷയം. അപ്പോൾ ഈ വിഷയം, 2ാമത്തെ വിഷയം കർത്താവിനോട് ഐഡന്റിഫൈ ചെയ്യുന്നു. 3ാമത് നമ്മൾ ഒരു കാര്യം പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത്, സി, ബാപ്റ്റിസം ഡസ് നോട്ട് ബൈ ഇറ്റ്സെൽഫ് സെക്യൂർ വാട്ട് ഇറ്റ് സിഗ്നിഫൈസ്. ആ സ്നാനം എന്ന കർമ്മമല്ല നമ്മളെ ക്രിസ്തുവിനോട് ചേർക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഓഫ് കോഴ്സ് വേദപുസ്തകത്തില് as though the very sacrament, the administration of that sacrament does something in a believer എന്ന് തോന്നിപ്പിക്കുന്ന വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഉദാഹരണത്തിന്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാകുന്ന നിങ്ങൾ യേശുവിനെ ധരിച്ചിരിക്കുന്നു. സോ ഇൻ ബാപ്റ്റിസം യു പുട്ട് ഓൺ ക്രൈസ്റ്റ്. എന്തിനേറെ 1 പത്രോസ് 3:21 അത് സ്നാനത്തിനൊരു മുൻകുറി, അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെയും രക്ഷിക്കുന്നു. as though the very administration of baptism saves a person. പക്ഷെങ്കിൽ ആ വേദഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. It signifies a fundamental truth, but it does not secure what it signifies. അതായത് സ്നാനജലത്തിൽ മുങ്ങിപ്പൊങ്ങിയതുകൊണ്ടൊന്നും ഒരു വ്യക്തിയിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അത് അങ്ങനെ തെറ്റായ ചില ചിന്തകളൊക്കെ നമ്മുടെ ഇടയിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്നറിയാമോ? കാരണം പൗലോസ് ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് വന്നത് 3 അധ്യായങ്ങൾ പറഞ്ഞു. വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. എന്നാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് പഠിപ്പിച്ച ഉടനെ പിന്നെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നു എന്നൊരിക്കലും താൻ പറയത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എനിക്കറിയാം അല്പം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്, എങ്കിലും നിങ്ങൾ എൻ്റെ ഒപ്പം വരിക. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് അങ്ങ് പറഞ്ഞു പോകാം. അപ്പോൾ സ്നാനമെന്നുള്ളത് അതായത് ഉദാഹരണത്തിന് ആരെയും കൊല്ലാൻ വേണ്ടി കുഴിച്ചിടാറുണ്ടോ? ഇല്ല. പലപ്പോഴും പറയാറുള്ള ഇങ്ങനെ, നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നുടനെ ഞാനിങ്ങനെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. ഒരുത്തൻ കൈ പൊക്കി പിടിച്ചിരുന്നു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരുത്തനോടൊരു കണക്ക് തീർക്കാനുണ്ട്, അതുകൊണ്ട് കൈ, കാരണം എല്ലാം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചത്തില്ലേ. നോ, കൊല്ലാൻ വേണ്ടിയല്ല മുക്കുന്നത്, പിന്നെ ചത്തവനെയാണ് മുക്കുന്നത്. അപ്പോ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ഒരു വ്യക്തി, അവൻ
വിശ്വാസ സ്നാനം സ്വീകരിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യമാണ്. അതിനെക്കുറിച്ച് സംശയം ആർക്കേലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് വേണമെങ്കിൽ വിശദമാക്കി തരാം. ആദിമസഭയിൽ രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെടാത്ത ഒരു സ്പീഷീസ്, സ്നാനപ്പെടാത്ത ഒരു വർഗം ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലിയർ പാറ്റേൺ അവിടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ പാറ്റേൺ അവിടെ കാണുന്നത്. അപ്പോസ്തലന്മാര് അല്ലെങ്കിൽ ശിഷ്യന്മാര് അല്ലെങ്കിൽ സഹോദരന്മാര് പോയി പ്രസംഗിക്കുന്നു. പ്രസംഗം കേട്ട് ചിലര് വിശ്വസിക്കുന്നു. വിശ്വസിച്ചവരാദ്യം ചെയ്യുന്നതെന്നറിയാമോ? സ്നാനപ്പെടുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനപരമാകുന്ന പ്രമാണമാണ് രക്ഷാനിർണയം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വിശ്വാസ സ്നാനം സ്വീകരിക്കുക എന്നുള്ളത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് അതിലൂടെ ഞാൻ കർത്താവിനോട് ഏകീഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ക്രൂശിലെ മരണവും കർത്താവിന്റെ അടക്കവും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ചരിത്ര സംഭവങ്ങൾ മാത്രമല്ല, എന്റെയും കൂടെ അനുഭവമാണെന്ന് ഞാൻ വിളിച്ചു പറയുന്ന ശുശ്രൂഷയാണ് സ്നാനം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ യേശു കർത്താവിനോട് ഏകീഭവിച്ച ഒരു വ്യക്തിക്ക് പാപത്തിൽ തുടരുവാൻ അവന് പ്രമാണമില്ല. കൃപ വരികേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ തുടർന്നുള്ളതാകുന്ന വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് നമ്മൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ കർത്താവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം, ഇതിനോടെല്ലാം നമ്മൾ ഏകീഭവിക്കുകയാണ്. ക്രൂശിൽ എന്നോ സംഭവിച്ചോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. സ്പിരിച്വലി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ അത് ചെയ്യുന്നു. എന്നാൽ പുറമെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക എന്നതുപോലെ തന്നെ ഉള്ളിൽ നടന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് വിശ്വാസ സ്നാനം. വിശ്വാസ സ്നാനം രക്ഷിക്കപ്പെട്ട ശേഷം വിശ്വാസ സ്നാനം സ്വീകരിക്കാത്ത ഒരു കൂട്ടരെ കുറിച്ച് ദൈവവചനത്തിൽ യാതൊരു രേഖയുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആകട്ടെ, അപ്പോൾ ഞാൻ മുൻപോട്ട് പോകുക. ഒന്നാമത്, നാം കർത്താവിനോട് അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നു, അവന്റെ അടക്കത്തിൽ പങ്കാളിയായി തീർന്നു, അവന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിയായി തീർന്നു. പിന്നെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിന്നെ ആർക്കു വേണ്ടിയാ ജീവിച്ചതെന്ന് എഴുതിയേക്കുന്നേ? ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അവൻ എന്ത് ചെയ്തു? ജീവിച്ചു. അതിന്റെ 10-ാമത്തെ വാക്യം. നോക്കുക. അപ്പൊ പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചപ്പോൾ നമ്മളും എന്ത് ചെയ്തു? കർത്താവിനോടൊപ്പം മരിച്ചു. ക്രിസ്തുവിനെ കുറിച്ച് പറയുക, അവൻ ദൈവത്തിന് ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്ത ദൈവമക്കൾ ആർക്കു വേണ്ടിയാ ജീവിക്കേണ്ടത്? ദൈവത്തിനു വേണ്ടി. ദൈവത്തിനു വേണ്ടി ജീവിക്കണം. ഇന്ന് പലരുടെയും ചിന്ത, നമ്മൾ വന്ന് കുറെ ഈ രക്ഷിക്കപ്പെടണോ, രക്ഷിക്കപ്പെടാം, കൈപോക്കി അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി, നമ്മൾ ദൈവത്തിന് ഏതാണ്ട് ഫേവർ ചെയ്യുക എന്നാ ചിന്ത, ഇല്ലേ? ദൈവത്തിന് ഏതാണ്ട് ഫേവർ ചെയ്യുക എന്നുള്ള ഒരു ചിന്തയിലാണ് പലരും പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ദൈവത്തെ വി മേക്ക് ഗാഡ് ഒബ്ലൈസ്ഡ്, വി മേക്ക് ഹിം ഒബ്ലൈസ്ഡ്. നമ്മളും പല കാര്യങ്ങളിൽ ദൈവത്തെ ഒബ്ലൈസ് ചെയ്യാറുണ്ട്. ഞാൻ 21 ദിവസം ഫാസ്റ്റ് ചെയ്ത്, അതുകൊണ്ട് ഗോഡ് ഈസ് ഒബ്ലൈസ്ഡ് ടു ഡു സംതിങ് ഫോർ മീ. ദൈവത്തെ ഒബ്ലൈസ്ഡ് ആക്കുക. ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് ദൈവം ഇത് ചെയ്തേ. നോ,
അങ്ങനല്ല വചനം പഠിപ്പിക്കുന്നത്. ഞാനല്ലല്ലോ ജീവിക്കുന്നത്, ഞാൻ തീർന്നു, ക്രൂശിൽ ഞാൻ തീർന്നു, പിന്നെ ഞാനൊരു പുതിയ ആളിപ്പൊ ജീവിക്കുക. അത് എനിക്ക് ഒരധികാരവും ഇല്ല. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാ ഇവിടെ. അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വിശുദ്ധന് പാപത്തിൽ തുടരാൻ കഴിയുമോ? അതാ പൗലോസ് ചോദിക്കുന്നത്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്ന് ഒരു നാളും അരുത്. നീ ആരുടേതാ? നീ ദൈവത്തിൻ്റെയാ. നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ നിനക്ക് പാപത്തിൽ തുടരാൻ കഴിയത്തില്ല. കൃപ പാപം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുകയും കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് തരികയുമല്ല. നേരെ മറിച്ച് കൃപ പാപം ചെയ്യാതെ നിന്നെ സൂക്ഷിക്കുകയാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ കൃപ. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ട് ഞാൻ ആ വേദഭാഗം പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് മുൻപോട്ട് പോകുകയാണ്. സ്തോത്രം. നമുക്ക് ഈ വിശുദ്ധീകരണം എന്ന വിഷയം തന്നെ തുടർന്ന് ചിന്തിക്കാം. വിശുദ്ധീകരണമാണല്ലോ ഈ വേദഭാഗത്തെ പ്രധാനപ്പെട്ട ചിന്ത. ആ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തില് ഇവിടെ ഈ 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പ്രധാനപ്പെട്ട 3 വാക്കുകൾ എടുത്തു താൻ പറയുന്നുണ്ട്. ആ 3 വാക്കുകളെ കുറിച്ച് നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കണം. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ് എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. അതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിലും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിപ്പാൻ ദൈവത്തിന് ഒറ്റ രാത്രി കൊണ്ട് കഴിഞ്ഞു. അല്ലെ, ഒരു രാത്രി കൊണ്ട് മിസ്രയീമിൽ, ഞാനിത് പലപ്പോഴും പറയാറുള്ള ഒരു വിഷയമാണ്, ഇത് മനസ്സിലാകാൻ വേണ്ടി പറയുക, എന്റെ ഒപ്പം നിങ്ങൾ വരണം. ഒരു രാത്രി കൊണ്ട് മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. പക്ഷെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് ഇവര് മരുഭൂമി നടക്കുമ്പോഴും ഇവരുടെ ഉള്ളിൽ എന്നാ ഇരിക്കുന്നതെന്നറിയാമോ? മിസ്രയീം. ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അവിടെ ഇതിനേക്കാളും ബെറ്റർ ഓഫ് ആയിരുന്നു. പക്ഷെ നാം മനസ്സിലാക്കുന്നു, മിസ്രയീം ഇവരിൽ നിന്നൊന്ന് എടുത്തു മാറ്റാൻ ഒത്തിരി കാലം വേണ്ടി വന്നു, ഒരുപാട് കാലം വേണ്ടി വന്നു. അപ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നാം വിടുവിക്കപ്പെടുന്ന അവസ്ഥയാണ് നീതീകരണമെങ്കിൽ, മിസ്രയീം നമ്മിൽ നിന്ന് മാറ്റുന്ന പ്രോസസ്സാണ് വിശുദ്ധീകരണം. നമ്മിൽ നിന്ന് ആ മിസ്രയീമിന്റെ സകല ചിന്തകളും ആ സെൽഫ് സെന്റേർഡ്നെസ്സും മാറ്റിയിട്ട് നാം നമ്മുടെ സെന്റർ എപ്പോഴും ദൈവത്തിലായി നാം ദൈവത്തിനു വേണ്ടി, അതിനെക്കുറിച്ച് ഇതൊരു ഓൺഗോയിങ് പ്രോസസ് ആയതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ഇതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ഒരു ലക്ഷ്യം നമ്മൾ കർത്താവിനെ പോലെ ആകുക എന്നുള്ളതാ ലക്ഷ്യം. ഇത് കുറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല ദൈവമക്കൾക്ക്. നമ്മൾ എങ്ങനെയൊക്കെ അങ്ങ് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകുന്ന പരിപാടി അല്ല ക്രിസ്തീയ ജീവിതം. നേരെ മറിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അൾട്ടിമേറ്റ് ഗോൾ, ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിനെ പോലെയാകുക. അതാ വിശുദ്ധീകരണം. 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് മുൻപോട്ട് പോകാം, കാരണം വാക്യങ്ങൾ ഉറപ്പിന് വേണ്ടി തരേണ്ടത് വളരെ ആവശ്യമാണല്ലോ. പെട്ടെന്ന് വായിക്കാം. കൊലോസി ലേഖനം അതിന്റെ 1-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചേ. നോക്കുക, ഞങ്ങൾ ഉപദേശിക്കുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഞങ്ങൾക്കൊരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങളുടെ പ്രസംഗം. പൗലോസ് പറയുക, മിനിമം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേരെ കാർഡ് സൈൻ ചെയ്ത് സഭയിലെ അംഗങ്ങളാക്കുക എന്നുള്ള മിനിമം പരിപാടി അല്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പം ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ,
ഞങ്ങൾ ആരോടൊക്കെ പ്രസംഗിക്കുന്നോ അവരെ എല്ലാം ഞങ്ങൾക്ക് എന്താക്കണം? ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം. പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്കുള്ള മിനിമം പരിപാടി മാറ്റിയിട്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാനുള്ള ഒരു നിർണയത്തിലേക്ക് സഭ വന്നെങ്കിലേ. മുമ്പേ ആ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, പുരുഷാരത്തിന്റെ എണ്ണം കുറഞ്ഞിട്ട് ശിഷ്യന്മാരുടെ എണ്ണം കൂടണം. ശിഷ്യന്മാരുടെ എണ്ണം കൂടണമെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ദൈവസഭ വരണം. ഇന്ന് നമ്മൾ ഈ മിനിമം പരിപാടിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം പ്രസംഗം, എല്ലാ പരിപാടിയും അതിനു വേണ്ടിയിട്ടാണ്. മിനിമം പരിപാടികളൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ താൽക്കാലികമാകുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തി അങ്ങ് പോകാൻ. നോ 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 നോ, അതല്ല ദൈവസഭയുടെ ലക്ഷ്യം, സുവിശേഷത്തിന്റെ ലക്ഷ്യമല്ല. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. ദാറ്റ് ഈസ് ദ ഗോൾ. അതാ വിശുദ്ധീകരണം. ഇനിയും ദൈവസഭയിൽ ദൈവം കൃപാവരങ്ങളും ഓഫീസസും തന്നിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം എന്താ? അതിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. കൃപാവരങ്ങളെ തന്നേക്കുന്നത് വാലല്ല തലയാക്കുമെന്ന് പറയാനും പറക്കുന്നത് കാണുന്നുണ്ടെന്ന് പറയാനും അല്ല. പിന്നെ തന്നേക്കുന്നത് എന്തിനാ? വായിക്കാം. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം, അതിന്റെ 6 മുതൽ അങ്ങ് വായിച്ചു, എന്നാലേ അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. എഫേസ്യർ 4:6 മുതൽ വായിച്ചു. ഒരുവൻ നമ്മളിൽ ഓരോരുത്തന് വിവിധ കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്. നമ്മളിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന് അതിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. വായിച്ചോ താഴോട്ട് വായിച്ചു പെട്ടെന്ന്. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. വരുന്നില്ലേ? ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പോകുന്നില്ല. വായിച്ചു. നോക്കി. അപ്പൊ അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ദാനങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ ദൈവസഭയ്ക്ക് കൊടുത്ത ദാനങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നേ. അങ്ങനെ ദാനങ്ങൾ കൊടുത്തപ്പം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായിട്ടും നിയമിച്ചു. എന്തിനാ നിയമിച്ചത്? അടുത്ത വാക്യം. അത് നിയമിച്ചു. ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ ഇടയന്മാരാക്കി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായിട്ടും സുവിശേഷകന്മാരായിട്ടും കൃപ കൊടുത്ത് സഭയ്ക്ക് കൃപ കൊടുത്ത് കൃപാദാനങ്ങൾ കൊടുത്തു. കരിസ്മാറ്റ കൃപാവരങ്ങൾ കൊടുത്തു. എന്തിനാ കൊടുത്തത്? അത് നാം എല്ലാവരും, അണ്ടർലൈൻ ചെയ്യണം, കുറച്ചു പേർക്ക് വേണ്ടിയിട്ടല്ല, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും തികഞ്ഞ പുരുഷത്വവും. നോയിക്കേ, കൃപാവരങ്ങൾ എന്തിനാ തന്നേ? പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ കൂപ്പുകൈയോടെ പറയുക, ഇതിനെ വിൽപ്പന ചരക്കാക്കുന്നവരെ അവരെ നിർത്തേണ്ടടത്ത് നിർത്തണം കേട്ടോ. പടിക്ക് പുറത്ത്. കൃപാവരങ്ങളെ തന്നത് തികഞ്ഞ, സോ ദാറ്റ്, ഇംഗ്ലീഷിൽ NIV റെൻഡറിങ് വളരെ മനോഹരമാണ് ആ വാക്യം. സോ ദാറ്റ് വി മേ അറ്റൈൻ ദ ഹോൾ മെഷർ ഓഫ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ഫുൾനെസ് അത് പ്രാപിക്കേണ്ടതിനാണ് എന്ത് തന്നേക്കുന്നേ?
അപ്പൊ ദൈവം നമ്മളെ വിളിച്ചു, രക്ഷിച്ചു, കൃപയാൽ നീതീകരിച്ചു. നീതീകരിച്ച ശേഷം ചുമ്മാ അങ്ങ് വിട്ടേക്കുകയല്ല. സകല കർത്താവിനെ പോലെ ആകാൻ, വിശുദ്ധ ജീവിതത്തിൽ മുന്നേറാം, പാപം നമ്മളെ അടിമപ്പെടാതെ നാം അതിനെ കീഴ്പ്പെടുത്തി ജീവിക്കാനുള്ള സകല പ്രൊവിഷൻസും ദൈവം തന്നേച്ചാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ളത്. അപ്പൊ വിശുദ്ധ ജീവിതത്തിനുള്ള സകല പ്രൊവിഷൻസും ദൈവം തന്നേക്കുക. ഒത്തിരി വാക്യങ്ങൾ പിന്നെ എനിക്ക് തരാനായിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വാക്യം കൂടെ ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 3:18. 2 കൊരിന്ത്യർ 3:18. ഇത് പഴയ നിയമത്തെക്കുറിച്ചും, അതായത് മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചും പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുകയാണ്. അത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിനെ, അതിന്റെ മോളിൽ പറഞ്ഞിട്ടുണ്ട്, ആത്മാവുള്ളിടത്ത് എന്തോ ഉണ്ട്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ചിന്ത തോന്നുന്നത് വിളിച്ചു പറയാനും തോന്നുന്നത് പോലെ ആടാനും ചാടാനും ഒക്കെ. എന്നോ, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം തന്നേക്കുന്നത് കർത്താവിനെ പോലെ ആകാനുള്ള സ്വാതന്ത്ര്യമാ തന്നേക്കുന്നത്. ആത്മാവാകുന്ന കർത്താവിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും. മോശയുടെ മുഖത്ത് കുറെ നേരം പ്രകാശിച്ചെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ കർത്താവെന്ന സ്റ്റാൻഡേർഡിൽ കുറഞ്ഞ സ്റ്റാൻഡേർഡ് ദൈവജനത്തിനില്ല. വിശുദ്ധീകരണത്തിന്റെ സ്റ്റാൻഡേർഡ് യേശു കർത്താവാണ്. അങ്ങോട്ടാണ് നമ്മള്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതൊരു ദിവസം പൂർത്തീകരിക്കപ്പെടും. പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാ. അങ്ങനെ പൂർത്തീകരിക്കുന്ന ദിവസം എന്നാ സംഭവിക്കുന്നതെന്നറിയാമോ? റോമർ 8:29 പറയുന്നുണ്ട്. റോമർ 8:29. അവന്റെ സ്വരൂപത്തോട്, അതാ ഏറ്റവും വലിയ നന്മ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ. ആദാമിനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പക്ഷെങ്കിൽ പാപം വന്ന് അവനെ ഡിഫോം ചെയ്തു. ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും ഡിഫോമിറ്റി ഉണ്ടായി. എന്നാൽ ക്രിസ്തുവിൽ വീണ്ടെടുപ്പ് നടക്കുകയാ. ക്രിസ്തുവിൽ ആദ്യം ചെയ്തതിന് ആദ്യം പരിഹാരമുണ്ടാക്കി, പാപത്തിന് പരിഹാരമുണ്ടാക്കിയിട്ട് പാപം മുഖാന്തരം വിരൂപമാക്കപ്പെട്ട ദൈവിക സാദൃശ്യത്തിന് ആ കേടുവന്ന, അത് നഷ്ടപ്പെട്ട നമ്മെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുന്ന പ്രക്രിയയാണ് ക്രിസ്തീയ ജീവിതം. മനസ്സിലാക്കണേ. അല്ലാതെ കേവലം നമ്മളെ രക്ഷിക്കപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അതൊക്കെ ശരിയാ. പക്ഷെ അതല്ല ലക്ഷ്യം. ലക്ഷ്യമെന്നുള്ളത് കർത്താവിനെ. അപ്പൊ കർത്താവിനോട് അനുരൂപപ്പെടുക. ഇവിടെ പൗലോസ് അത് തന്നെയാ പറയുന്നത്. നീ കർത്താവിനോട് ഏകീഭവിച്ചു എങ്കിൽ ഹൗ ക്യാൻ യു തിങ്ക് ഓഫ് കണ്ടിന്യൂവിങ് ഇൻ സിൻ? എങ്ങനെയാ നിനക്കത് ചിന്തിക്കാൻ തന്നെ കഴിയുന്നത്? അതുകൊണ്ടാണ് ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപത്തിൽ അവന് തുടരാൻ കഴിയത്തില്ല. കാരണം അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചേക്കുക. ആ വിത്ത് അവനില്
ഉള്ളതുകൊണ്ട്. ആകട്ടെ, എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ പറയാനുണ്ടെങ്കിലും തുടർന്നുള്ള വാക്യങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ട് ദൈവം അനുവദിച്ചാൽ നമ്മൾ ഇനിയും ചിന്തിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. ഐ പ്രോമിസ്. ഇന്ന് ഞാനിത് മുഴുവൻ അധ്യായം പറഞ്ഞു തീരണമെന്നാണ് ഓർത്തത്, എങ്കിലും അതിന് സാധിച്ചില്ല. എങ്കിലും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവ് എന്തിനാണ് നമ്മളെ വിളിച്ചത് എന്നൊരു നിമിഷം നമ്മൾ ചിന്തിക്കണം. കർത്താവിൻ്റെ, യേശുവിൻ്റെ സ്വരൂപത്തോട് നമ്മളെ സദൃശ്യരാക്കുവാൻ അത് തുടങ്ങിയെങ്കിൽ, കർത്താവ് നമ്മൾ തുടങ്ങിയെങ്കിൽ, ക്രൂശിലെ യേശുവിനെ വിശ്വസിച്ച നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മൾ തുടങ്ങിയെങ്കിൽ, സ്തോത്രം, ആ പ്രക്രിയ നമ്മിൽ നിവൃത്തീകരിക്കേണ്ടതിന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ലയോ. രണ്ടാമത് പറയുന്ന കാര്യം, നിങ്ങൾ എണ്ണുവീൻ. എന്തുകൊണ്ടാണ് എണ്ണുവീൻ എന്ന് പറയുന്നത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല. ഒരുപക്ഷെ ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്ന് പറയാം. വിവാഹിതനായ ഒരു വ്യക്തിക്ക്, അല്ലെ വിവാഹിതയായ ഒരു സ്ത്രീക്ക്, അവൾ വിവാഹിതയായെന്നുള്ളത് വസ്തുതയാണെങ്കിലും വിവാഹിതയല്ല എന്ന നിലയിൽ ജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണെങ്കിലും അതിനെ മനസ്സിലാക്കാതെ ജീവിക്കാൻ അവന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആരാണെന്നൊന്ന് എണ്ണണം. ആരാ നിങ്ങൾ? നിങ്ങൾ പാപസംബന്ധമായിട്ട് മരിച്ചവരാ, നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നവരാ, അവനോട് ഏകീഭവിച്ചവരാ. അതുകൊണ്ട് ഇനിയും നമുക്ക് പാപത്തിൽ തുടരുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനിയും പോകുമോ എന്ന് ആ ഗാനത്തിൽ നമ്മൾ പാടുന്നത് പോലെ, സ്തോത്രം, വിശുദ്ധിയോടെ കർത്താവിനു വേണ്ടി നമുക്ക് നിൽക്കാം. കറയും ചുളുക്കവും വാട്ടവും ഇല്ലാത്ത ആ മണവാട്ടിക്ക് വേണ്ടിയ ആ ഒരു ലക്ഷ്യത്തോടെയാ അവൻ തന്നെത്താൻ കൊടുത്തതെന്ന് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. അല്ലാതെ കേവലം കുറെ പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. കറയും ചുളുക്കവും ഒന്നുമില്ലാതെ അവളെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കേണ്ടതിന് അവൻ തന്നെത്താൻ കൊടുത്തു. അതായിരുന്നു നമ്മുടെ കർത്താവിന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. കൃപയാൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ എനിക്ക് സഹായിക്കണമേ. നിന്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്ന കർത്താവേ, അതിനെന്നെ സഹായിക്കണമേ. എനിക്ക് അതിനു വേണ്ടതെല്ലാം നീ തന്നിട്ടുണ്ടല്ലോ. അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുവാൻ, അതിനെ ഉപയോഗിപ്പാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ. വിജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് തരണമേ. ഞാൻ ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, പാപം എന്നിൽ കർത്തൃത്വം നടത്താതെ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ജീവിതം നയിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഹോദരന്മാർ,